ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ഹൈ ബീം ആയിട്ടുള്ളൊരു ടോർച്ച് ലൈറ്റ് ആണ്, അല്ലെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഫിലിപ്സിൻ്റെ ഒരു ചെറിയൊരു ഹൈ പവർ ആയിട്ടുള്ളൊരു ടോർച്ച് ലൈറ്റ് ആണ്. അപ്പോൾ ഇത് ഇവർ റീസെൻ്റ്ലി ഇറക്കിക്കുന്ന കുറച്ച് മോഡൽസുകളാണ് കേട്ടോ. ഇതേ മോഡൽസുകൾ കുറേ മോഡൽ വരിക. അതായത് ഈ ഇരിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് 24 വാട്ടിൻ്റെ ഒരു ടോർച്ച് ലൈറ്റാണ്. സിംഗിൾ പവർ LED ആണ്, പക്ഷേ ഒടുക്കത്തെ പവറാണ്. ഞാൻ അത് കാണിച്ചാൽ അതിൻ്റെ ലൈറ്റൊക്കെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ടെലിഫോട്ടോ എന്നൊക്കെ പറയില്ലേ, ഇതിൽ നമുക്ക് ടെലിഫോട്ടോ കൺട്രോൾ വരുന്നുണ്ട് ഇതിൽ. പിന്നെ 2000 mAh ബാറ്ററി സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. Type-C ചാർജിങ് ആണ്. അതുപോലെ തന്നെ ചാർജിങ് ടൈം കുറച്ച് കൂടുതലാണ്, സ്ലോ ചാർജിങ് ആണ്. 4 മണിക്കൂർ പിടിക്കും ചാർജ് ആവാൻ. നമുക്കത് കണ്ടിന്യൂസ്ലി നമുക്കൊരു റൺ ടൈം ഇവർ പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മൾ ഏത് ടൈപ്പ്. അതായത് നമുക്ക് 2 ബ്രൈറ്റ്നസ് മോഡിൽ വരുന്നുണ്ട്. 2 hour to 12 മണിക്കൂറാണ് അവർ പറയുന്നത്. പിന്നെ കവറേജ് നമുക്ക് ഓൾമോസ്റ്റ് 900 മീറ്ററിൻ്റെ കവറേജ് കിട്ടും. അതായത് ഒരു ഓൾമോസ്റ്റ് നമുക്ക് എന്താ പറയുക. പിന്നെ ലൂമിൻ പവർ പറയുകയാണെങ്കിൽ നമുക്ക് 1000 ലൂമിൻ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ബോഡി സംഭവം ഞാൻ കാണിച്ചിരുന്നത്. ഞാൻ ഇന്നലെ വാങ്ങിച്ചതാണിത്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത്. നമുക്കിത് 2 ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. ഇത് അലൂമിനിയം മെറ്റീരിയലാണ് കേട്ടോ. നല്ല ബിൽഡ് ക്വാളിറ്റി വരുന്ന മോഡലാണ്. MRP ഒക്കെ 3198 രൂപയാണ്. പക്ഷേ നമുക്കിത് ബൈയിങ് പ്രൈസ് വരുന്നത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും 2700 ആ റേഞ്ചൊക്കെയാണ് കേട്ടോ. ഇതിനായിട്ട് നല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ 30 വാട്ടിൻ്റെ പറഞ്ഞിട്ടുണ്ട്. 3000-300 ഡിഫറൻസ് ഉള്ളത് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ വാങ്ങിക്കാം. ഞാൻ എന്തായാലും ടാഗ് ചെയ്യാൻ രണ്ടും. ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നുണ്ടോ. ഫ്രണ്ടിൽ നിങ്ങൾക്ക് അതിൻ്റെ പടം കാണാനൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യും, പേജ് ഫോളോ അടിച്ചാൽ മതി. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും പോകുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക് ഫൈനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. പിന്നെ നമുക്കിതിൽ 5 മോഡുകൾ വരുന്നുണ്ട്. നമുക്ക് ആ ബ്ലിങ്കിങ് മോഡ് ആ സംഭവമൊക്കെ ഉണ്ട്. ഇതാണ് ബോക്സ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. പിന്നെ നമുക്കിതിൽ ചാർജിങ് ഇൻഡിക്കേറ്റർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൽ നമുക്ക് 1 ഇയറിൻ്റെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബോക്സ്. ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നുമില്ല. ടോർച്ചും ഉണ്ട്, പിന്നെ Type-C കേബിളും ഉണ്ട്, പിന്നെ വാറണ്ടി ബുക്ക്ലെറ്റും ഉണ്ട്. ടോർച്ചർ പോയി. ഞാൻ അത് രാത്രി ഉപയോഗിച്ചിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് കൊടുക്കാട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഇതാണ് ടോർച്ച് വരുന്നുണ്ട്. ഇത്രയുള്ള സാധനം ഫുൾ അലൂമിനിയം അലോയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ടെലിഫോട്ടോ മോഡലുണ്ട് ഇതിലുണ്ടോ. നമുക്ക് ഇങ്ങനെ ആക്കുമ്പോൾ അതിൻ്റെ സൂമിങ്ങും സൂം ഔട്ടും ചെയ്യാൻ പറ്റും. അതാണ് ഇത് ടെലിഫോട്ടോ മോഡ് എന്ന് പറയുന്നത്. അത് നല്ല സ്മൂത്താണ്, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഒരു സിംഗിൾ LED നിങ്ങൾക്ക് കൂടെ കാണുന്നതായിരിക്കും. നല്ല പവറാണ്. പക്ഷേ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത പവറാണ്. ഫിലിപ്സിൻ്റെ ബ്രാൻഡിങ് കൂടെ കാണാം. നിങ്ങൾക്കൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടണിൽ തന്നെയാണ് ലൈറ്റ് വരുന്നുണ്ടോ. അടിച്ചതാണിത്. ഇത് ഗ്രീൻ ആണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 90ൻ്റെ മുകളിൽ അല്ലെങ്കിൽ 90% ഒക്കെ ഉണ്ട്. ചാർജ് കഴിയാറായി കഴിഞ്ഞാൽ അത് റെഡ് ആവും. ഇത് നമ്മൾ ചാർജ് ചെയ്യാൻ കുത്തി കഴിഞ്ഞാൽ അത് ബ്ലിങ്ക് ചെയ്യും. അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത് ഫുൾ പവറാണ് കേട്ടോ. ഇത് നമുക്കിപ്പോൾ ഇതിപ്പോൾ ലോങ് ആക്കിയതാണ് കണ്ടോ. ഇത് നമുക്കിങ്ങനെ വൈഡാക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം കണ്ടോ. ഇത് വൈഡാക്കിയതാണ്. നമുക്കിതിങ്ങനെ കണ്ടോ ഒരു പോയിന്റിലേക്ക് മാത്രമാക്കാൻ പറ്റും കണ്ടോ. നമുക്കിങ്ങനെ വൈഡാക്കും ചെയ്യാം. ഇത് ഞാൻ രാത്രി കാണിച്ചു തരാം. രാത്രി ശരിക്കും നമ്മൾ പുറത്തൊക്കെ ടെറസിൻ്റെ മുകളിലൊക്കെ പുറത്തേക്ക് അടിക്കുമ്പോൾ എന്തോ ഒരു നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ ലൈറ്റ് ഇട്ട പോലെയാണ്. ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. നല്ല ലെങ്ത്തും കിട്ടുന്നുണ്ട്, നല്ല ബ്രൈറ്റാണ്. എന്തോ ശരിക്കും മൂണ് കത്തണ പോലെയാണ് ഇതിൻ്റെ എല്ലാം ബ്രൈറ്റ്നസ് വരുന്നത്. അപ്പോൾ ഞാൻ അത് ഓഫ് ചെയ്യാം. ഇതിൻ്റെ കണ്ടോ ലെൻസ് ഭയങ്കര ഹെവി ലെൻസാണ് കേട്ടോ. അത് ഊരാനൊന്നും പറ്റില്ല. Type-C ചാർജിങ് വരുന്നതാണ്. നമുക്ക് ചാർജിങ് പോർട്ട് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ Type-C പോലെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നല്ല ബിൽഡ് ക്വാളിറ്റി വരുന്ന ഒരു പോർട്ടബിൾ ആയിട്ടുള്ളൊരു ടോർച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഹൈ പവർ ടോർച്ച് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ നല്ല ചെറുതാണ്. പണ്ടത്തെ പോലെ ഹെവി സാധനമൊന്നുമല്ല, വലിയ സാധനമൊന്നുമല്ല. സുഖമായിട്ട് നമുക്ക് ട്രാവലിംഗ് അടക്കം വേണമെങ്കിൽ കൊണ്ടു നടക്കാവുന്ന മോഡൽസാണ്. ഇതിൻ്റെ ഫിലിപ്സിൻ്റെ ഇങ്ങനത്തെ മോഡൽസ് കുറേ മോഡലുണ്ട്. അവർ ചെറിയ ടോർച്ച് അടക്കം അത്യാവശ്യം കുറച്ച് ഇത്രയും സൈസ് വരുന്ന പവർ അനുസരിച്ച് 46 വാട്ടിൻ്റെ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞാൻ എന്താ പറയുക, രാത്രി അതിൻ്റെ ഞാൻ യൂസേജ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടോർച്ച്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പവർ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ അത്യാവശ്യം ഇതായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ പവർ നോക്ക് നിങ്ങൾ. എൻ്റെ ബീമിൻ്റെ പവർ കണ്ട. ഇത് നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. ഇതിങ്ങനെ സൂം ഔട്ട് ചെയ്യാൻ പറ്റുമല്ലോ. നമുക്ക് ഒരു ഫുൾ ആ ഏരിയ ഫുള്ള് നമുക്ക് ലൈറ്റപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. ഇത് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുമാതിരി. ഞാൻ റോഡിലേക്കൊന്നും അടിക്കുന്നില്ല. റോഡിലേക്ക് അടിച്ചാൽ ചിലപ്പോൾ ഉണ്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ ലൈറ്റിൻ്റെ പവർ വ്യത്യാസം കണ്ടോ. നിങ്ങൾക്ക് ഫുൾ സാധനം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ റോഡിലേക്കൊന്നും അടിക്കുന്നില്ല. അപ്പോൾ റോഡിലേക്ക് അടിച്ചാൽ ചിലപ്പോൾ വണ്ടികൾക്ക് പ്രശ്നമാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഉണ്ട് കറക്റ്റ് പവർ കാണാം. ഇതിപ്പോൾ ഞാൻ ഇവിടേക്ക് അടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ പോയിൻ്റ്, ഇതാണ് ഏറ്റവും മാക്സിമം പോയിൻ്റ് വരുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വൈഡൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും വൈഡൻ ചെയ്യാൻ പറ്റും. ഉണ്ട് ഇത്രയും ഫുൾ ആ ഒരു ഏരിയ, വലിയ ഫുൾ ഏരിയ നമുക്ക് ഇതിൽ ലൈറ്റിൽ വൈഡൻ ചെയ്തിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇതാണ് സംഭവം കേട്ടോ.
ഈടിലാണ് സാധനം ഇഷ്ടപ്പെട്ടു. ഇതിനായിട്ടും പവറുള്ള സാധനമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു 26 വാട്ടിൻ്റെ ആണ്. ഇനിയും ഉണ്ട്, ഇതിൻ്റെ വലിയ മോഡൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് നല്ലൊരു ടോർച്ച് ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നോക്കിയാൽ മതി. ഫിലിപ്സിൻ്റെ കേട്ടോ.